അസ്സലാമു വറഹ്മത്തുള്ളാഹി. ഒരു രണ്ടരക്കാലം നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു ഉംറയുടെ പ്രതിഫലം കിട്ടുന്ന ഒരു സ്ഥലം ഈ ലോകത്ത് ഒരേ ഒരു സ്ഥലത്തേ ഉള്ളൂ. അതാണ് ഈ മസ്ജിദുൽ ഖുബ എന്ന് പറയുന്ന ഒരു ചരിത്ര പ്രസിദ്ധമായ സ്ഥലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ ഒട്ടകം കാത്തിയ സ്ഥലത്താണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഈ ഒരു പള്ളിക്ക് തറക്കല്ലൊക്കെ ഇട്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4-5 ദിവസം താമസിച്ച വീടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രസിദ്ധമായ ഒരു കിണറും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതായത് അതിൻ്റെയൊക്കെ വീഡിയോ നമ്മളൊരു എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പള്ളിയുടെ മനോഹരമായിട്ടുള്ള ചരിത്രവും അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുവരാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ആദ്യമായി സ്ഥാപിച്ച പള്ളിയും ആദ്യമായി താമസിച്ച സ്ഥലവും എല്ലാ ശനിയാഴ്ചയും മുടങ്ങാതെ വന്ന് 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്ത വളരെ പ്രശസ്തമായ പള്ളിയാണ് മസ്ജിദുൽ ഖുബ. മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പുറപ്പെട്ട നബിത്തങ്ങളെയും അനുയായികളെയും അൻസാരികളായ മദീനക്കാർ സ്വീകരിച്ചത് തന്നെ ഖുബ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് വെച്ചിട്ടാണ്. ഈ ഒരു പള്ളിയിൽ വെച്ച് 2 റക്അത്ത് നിസ്കരിച്ചാൽ ഒരു ഉംറ ചെയ്ത പ്രതിഫലമാണെന്ന് മദീനക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ കാണാൻ പറ്റും. ഒരുപാട് ചരിത്ര സ്ഥലങ്ങളും ചരിത്ര സംഭവങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഖുബ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം. ഇന്നും ആളുകൾ കാണുവാൻ നിരവധി എത്തുന്നു.